Hey, it's me IRSHAD. Welcome back to Premium Pro masterclass. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാസ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു. മാസ്കിങ് വെച്ച് ട്രാൻസിഷൻ ക്ലാസ്സിൽ പറയുന്നത് ഇതുപോലുള്ള ടൈം റീമാപ്പിംഗ് വെച്ച് നമുക്ക് നല്ലൊരു ട്രാവൽ വീഡിയോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, നമുക്കൊരു ഫീൽ തരുന്നതാണ് ഇതുപോലുള്ള ടൈം റീമാപ്പിംഗ് ഉപയോഗിക്കുമ്പോൾ. ഇതെല്ലാം സാം കോൾഡർ, ടൈലർ കട്ട് ഫിലിം, മാറ്റ് കോം, അവരുടെ എല്ലാം വീഡിയോസാണ്. ഞാൻ ഈ ഒരു സീരീസിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല. ഇതേപോലുള്ള ടൈം റിവാമ്പിങ് അടുത്ത ഷോട്ടിൻ്റെ സ്റ്റാർട്ടിങ് എന്തായിരിക്കും, ഫാസ്റ്റ് ആയിരിക്കും. ഇതെന്ത് ചെയ്യുക, മാച്ച് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ബാക്കിയാണ്. അപ്പോൾ ഇനി ഞാനിപ്പം ഈ ഒരു ഷോട്ടിൻ്റെ എൻഡിങ് എന്ത് ചെയ്തു, അപ്പോൾ അവരിങ്ങനെ സാധാരണ രൂപത്തിൽ പോവുകയാണ്, പക്ഷേ എൻഡിങ് എന്ത് ചെയ്തു, ഫാസ്റ്റാക്കി കൊടുത്തു. അപ്പോൾ എനിക്കിപ്പോൾ ഉള്ളത് ഇവിടെ ഷോട്ട് 2, നമുക്ക് ഷോട്ട് 1 അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് മാസ്കിങ് വെച്ച്. ഇനി എൻ്റെ ഹൈറ്റ് ഒന്ന് കൂട്ടി, കാരണം നമുക്ക് വിസിബിൾ ആവാൻ വേണ്ടി, ആ ഒരു ഒപ്പാസിറ്റിയും കാര്യങ്ങളും കാണാൻ വേണ്ടി. ഓക്കെ, ഒരു ലൈന് കാണാം, കാരണം നമുക്കിവിടെ ഒപ്പാസിറ്റി എന്ത് ചെയ്യും, ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ആ ലൈന് താഴോട്ട് നീക്കി കഴിഞ്ഞാൽ അത് ഒപ്പാസിറ്റിയാണ്. ഒപ്പാസിറ്റി എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാവുന്നതാണ്. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം, ഒപ്പാസിറ്റി വേണോ എന്ത് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ ഇവിടെ കട്ട് ചെയ്തു. സാധാരണ ടൈം റീമാപ്പിങ്ങിനുള്ള ഒരു ബേസിക് ടെക്നിക്ക്, എൻഡിങ് കട്ട് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ സ്പീഡ് എന്ത് ചെയ്തു, കൂട്ടി കൊടുത്തു. ഇപ്പം 200-300% ആക്കി കൊടുത്തു. അതേപോലെ തന്നെ ഈ സ്റ്റാർട്ടിങ്ങും എന്ത് ചെയ്തു, അടുത്ത ഷോട്ടിൻ്റെ സ്റ്റാർട്ടിങ്ങും 300%. രണ്ടും എന്താണ്, ഒരേ സ്പീഡ്. അപ്പോൾ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മാസ്കിംഗ് ആണ്. അതേപോലെ തന്നെ വീഡിയോ അല്ല, ഇവിടെ ഫാസ്റ്റ്, അടുത്ത ഷോട്ടും ഫാസ്റ്റ്. ഫസ്റ്റ് ഷോട്ടിൻ്റെ എൻഡിങ് ഫാസ്റ്റ്, അടുത്ത ഷോട്ടിൻ്റെ സ്റ്റാർട്ടിങ്ങും ഫാസ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു മൂവ്മെൻറ്റ് ഒരേ ഫ്ലോയിൽ എന്ത് ചെയ്യും, കറക്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിനാണ് ടൈം റീമാപ്പിംഗ് ചെയ്യുന്നത്. ടൈം റീമാപ്പിംഗ് സ്പീഡ് ആൻഡ് ഡ്യൂറേഷൻ സെയിം തന്നെയാണ്. ഇവിടെ സ്പീഡ് കാണാം 100%. ടൈം റീമാപ്പിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്പീഡ് 100% കാണാവുന്നതാണ്. രണ്ടും സെയിം തന്നെയാണ്. പക്ഷേ ഡിഫറെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ടൈം റീമാപ്പിങ്ങിൻ്റെ സ്പീഡിൽ ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ എൻഡിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് ചെയ്യുന്നത് കരുതുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ചോ, കീ ഫ്രെയിമിൻ്റെ സ്റ്റൈൽ എന്താണ്, ഡിഫറെൻ്റ് ആണ്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ, ഞാനിപ്പോൾ പൊസിഷനിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുമ്പൊക്കെ ഇങ്ങനെയാണ് കിട്ടാവുന്നത്, ഒരു ഡയമണ്ട് ഷേപ്പ്. പക്ഷേ ടൈം റീമാപ്പിങ്ങിൻ്റെ സ്പീഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് ഡിഫറെൻ്റ് ആണ്. കാരണം നമുക്ക് ഈ കീ ഫ്രെയിമിന് എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യാം. ഇതുപോലെ എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ്. അതാണ് ഡിഫറൻസ്. ഞാൻ എന്തിനാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെല്ലാം പറയാം. അപ്പോൾ ഞാൻ ഇതൊരു സ്പീഡ് ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താണ്, സ്പീഡ് 100%, ഇവിടെയും സ്പീഡ് 100% ആണ്. ഇനി സ്പീഡിൻ്റെ നിങ്ങൾ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഗ്രാഫ് കാണാം. ഗ്രാഫ് എന്താണ്, ലെവലാണ്. കാരണം ഇവിടെയും 100%, ഇവിടെയും 100%. നമുക്ക് ആ ഗ്രാഫ് ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എന്താണ്, 100%, 183 അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, സ്പീഡ് കണ്ടില്ലേ, ഇവിടെ വെച്ച് തന്നെ കൂട്ടാവുന്നതാണ്. പിന്നെ സ്പീഡ് കൂട്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു 480 മാറ്റി. ഇപ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് എൻഡിങ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് പെട്ടെന്ന് എന്ത് ചെയ്യണം, അത് ഫാസ്റ്റായി മാറുകയാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം തീർക്കാനാണ് ഈ കീ ഫ്രെയിം എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എന്താണ്, ഇവിടെ ഇങ്ങനെ വന്ന് അല്ലേ, അത് ഇങ്ങനെ സ്ലോ ആയിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. സാവധാനം എന്ത് ചെയ്യും, പിന്നെ എനിക്കിവിടെ കാണാം സ്റ്റാർട്ടിങ് 100, ഇവിടെ വെലോസിറ്റി നോക്കിയാൽ മതി. പിന്നെ ഇങ്ങനെ അത് കൂടി വന്ന് എന്ത് ചെയ്യുന്നു, 400 വരുന്നു. നമ്മൾ മുമ്പ് ചെയ്തത് എങ്ങനെയാണ്, ജസ്റ്റ് കട്ടാണ്.
പെട്ടെന്ന് എന്ത് ചെയ്യും, ഒറ്റയടിക്ക് എന്ത് ചെയ്യും, അത് 400 മാറും. പക്ഷേ അതിനേക്കാൾ എത്രയോ ബെസ്റ്റാണ് എന്ത്, ഈ ഒരു കീ ഫ്രെയിം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സ്മൂത്തായിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ സ്പീഡ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരും. മറ്റേതെന്തായിരിക്കും, ഒറ്റയടിക്ക് എന്ത് ചെയ്യും, സ്പീഡ് കണ്ട് കൂടും. അപ്പോൾ ആ ഒരു പ്രോബ്ലം തീർക്കാനാണ് നമ്മൾ ടൈം റീമാപ്പിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്ത ഷോട്ടിലേക്ക് വരികയാണ്. ഇതിൻ്റെ ടൈം റീമാപ്പിങ്ങിൽ വന്നു, സ്പീഡ് കീ ഫ്രെയിം ആഡ് ചെയ്തു, കീ ഫ്രെയിം ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു, എന്നിട്ട് ടൈം റീമാപ്പിങ്ങിൻ്റെ സ്പീഡ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. ആ ഗ്രാഫ് പിടിച്ചൊന്ന് നീക്കിയാൽ മതി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ അല്ലേ. അപ്പം ഇതേപോലെ എന്ത് ചെയ്യുക, കാര്യങ്ങളെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതും കുറച്ചൊരു സംഗതി സിമ്പിളായിട്ടുള്ള സംഭവങ്ങളാണ്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് ശീലിക്കണം. ഇതിൻ്റെ എൻഡിങ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ മൂവ്മെൻറ്റ് ഒന്ന് കറക്റ്റ് ആക്കാനുണ്ട്. ഞാൻ എല്ലാം കൺട്രോൾ സെറ്റ് അടിച്ചു, എല്ലാം പഴയതുപോലെ തന്നെ ആക്കി. അപ്പം ഒന്നുകൂടെ പറഞ്ഞുതരാം എന്താണ് ചെയ്തതെന്നുള്ളത്. ഞാൻ വീഡിയോ എടുത്തു. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, ഒരു വേറെ സെയിം സംഭവം തന്നെ വേറെ ടെക്നിക്കാണ്. അപ്പം ഇവിടെ ഒരു കീ ഫ്രെയിം കൺട്രോൾ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒപ്പാസിറ്റിയിൽ എന്ത് ചെയ്യുക, അല്ല അതിൻ്റെ ഒപ്പാസിറ്റി ഇങ്ങനെ കുറഞ്ഞു വരുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഒപ്പാസിറ്റിയാണ് വരുന്നത്. ഇനി ഇവിടെ ഉണ്ട് ഒരു എഫക്ട്സ് എന്നുള്ളത്, അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഒപ്പാസിറ്റി ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ നമുക്കത് മാറ്റി ടൈം റീമാപ്പിംഗ് സ്പീഡാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യുക, സ്പീഡിൻ്റെ വാല്യൂ ഇവിടെ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യാം. ഞാനിപ്പം കൺട്രോൾ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കീ ഫ്രെയിം ആഡ് ആവും. എൻ്റെ ഇവിടെ വെച്ച് എൻ്റെ ഇത് എന്ത് ചെയ്യുക, എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാം, കീ ഫ്രെയിമിനെ സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് ബാക്കി വന്ന ഈ ഒരു ഗ്രാഫിൽ എന്ത് ചെയ്യുക, പിടിച്ച് ഇൻ കേസ് എനിക്കത് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് സൂം ചെയ്താൽ മതി. എന്നിട്ട് ഗ്രാഫിൽ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്തു, ഒന്ന് മുകളിലോട്ട് നീക്കി കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും, ഇൻക്രീസ് ആവും. അതേപോലെ തന്നെ ഞാൻ ക്ലിക്ക് ചെയ്ത് താഴോട്ട് നീക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് സ്ലോ മോഷനായിട്ട് മാറും ചെയ്യും. ഇനി അടുത്തതിലേക്ക് വന്നു, എഫക്ട്സിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ടൈം റീമാപ്പിംഗ് സ്പീഡാക്കി മാറ്റി വാല്യൂ. എന്നിട്ട് കൺട്രോൾ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്തു, കീ ഫ്രെയിം സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഗ്രാഫ് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്തു, മുകളിലോട്ട് നീക്കി, അതായത് സ്പീഡ് ഇൻക്രീസ് ചെയ്തു. ഇതുകൊണ്ട് ഇവിടെ ഒന്നുകൂടെ സ്പീഡായിരിക്കണം. എൻ്റെ സ്പീഡ് ഒന്നുകൂടെ കൂട്ടി കൊടുത്തു. ഓക്കെ, ഇതാണ് ടൈം റീമാപ്പിംഗ്. അപ്പം ഈ രണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, എഫക്ട്സ് കൺട്രോൾ വിൻഡോയിൽ പോയി ചെയ്യാനായിട്ട് നല്ലത് നിങ്ങൾക്ക് ടൈം ലൈനിൽ വെച്ച് തന്നെ ഈ ഒരു ഇത് വെച്ച് ചെയ്യുന്നതാണ്. നമ്മൾ അവസാനം പറഞ്ഞ ടെക്നിക്ക് വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാണ് ടൈം റീമാപ്പിംഗ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ട്രാവൽ വീഡിയോസിലൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലുള്ള ടൈം റീമാപ്പിംഗ് ഉപയോഗിക്കുക.